കോട്ടയം എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ UDF വിട്ടുനിന്നതോടെ ക്വാറം തികയാത്തതിനാലാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. അധ്യക്ഷസ്ഥാനം പട്ടികവർഗ സംവരണമായ പഞ്ചായത്തിൽ അംഗമില്ലാത്തതാണ് UDFന് പ്രതിസന്ധിയായത്. ജോസി ബാബു തന്നെ ചേരുന്നുണ്ട്. ജോസി, വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് UDF കടന്നു പോകുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി, പക്ഷേ അവിടെ പട്ടികവർഗത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനില്ല സംവരണ സീറ്റിൽ എന്നുള്ളതാണ്. ഇനി എന്തായിരിക്കും ആ പഞ്ചായത്തിന്റെ ഒരു ഭാവി? എരുമേലിയിൽ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് UDF നേരിടുന്നത്. വ്യക്തമായ ഭൂരിപക്ഷം UDFനുണ്ട്. പക്ഷേ പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ സംവരണമായതിനാൽ UDFന് ആ വിഭാഗത്തിലുള്ള അംഗങ്ങളെ ജയിപ്പിച്ചെടുക്കാനായില്ല എന്നതാണ് ഇപ്പോൾ UDF നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. അതുകൊണ്ട് കോറം തികയാത്തതിനെ തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഡിസംബർ 29-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. പ്രധാനമായും ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ടത് 2 സീറ്റുകളിൽ, പട്ടികവർഗ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിലും കോൺഗ്രസിന് ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതേസമയം BJPക്കും LDFനും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളുണ്ട്. ഇനി ഏത് തരത്തിലായിരിക്കും ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇനി UDF നിലപാട് സ്വീകരിക്കുക എന്നത് ഏവരും ഉറ്റുനോക്കുകയാണ്. BJP ആണോ അതോടൊപ്പം LDFനെ ആണോ പിന്തുണയ്ക്കുക എന്നതാണ് നോക്കിക്കാണുന്നത്. അതേസമയം തന്നെ ഭാവിയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ഒരംഗത്തെ രാജിവെപ്പിച്ച് അവിടെ സംവരണ വിഭാഗത്തിലുള്ള ഒരാളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയും UDF നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. 13 സീറ്റുകളോളം UDFനുണ്ട്. വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എങ്കിൽ കൂടിയും ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുടെ പിന്തുണ ഇല്ലാത്തത്, അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള അംഗമില്ലാത്തതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. നൗഫൽ. കോട്ടയം എരുമേലി പഞ്ചായത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥയുള്ളത്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.